ഞാൻ എന്തായാലും ഈ സ്ഥലം വെച്ചൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. എൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോയുടെ അവസാനം അത് ചേർക്കും. എല്ലാവരും കാണണം കേട്ടോ. ഇപ്പം ഞാനിനി അടുത്തത് അങ്ങേ സൈഡിലോട്ട് പോവുകയാണ്. ആ കാട് പിടിച്ച സ്ഥലത്തിലേക്ക് പോവുകയാണ്. അവിടെ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം നിങ്ങളെ കാണിക്കും. അപ്പോൾ അവിടെ തന്നെ ആലുകളൊക്കെ ഉണ്ട്. ഇതാ അവിടെ ഒരു കൊച്ച ആലുണ്ട്. സത്യത്തിൽ ഞാൻ പേടിച്ചാണ് പോകുന്നത്. ഇനിയും പാമ്പോ വല്ലതും ഉണ്ടോ എന്നറിയാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ഒരു സംഭവമാണ് കേട്ടോ. കാടൊക്കെയാണ്. അപ്പോൾ ഇത് ഒരു ആലുണ്ട്. പിന്നെ ദേ അത് കണ്ടോ, വെള്ളത്തിൽ ആറ്റി തന്നെയുള്ള ഒരു ക്ഷേത്രവും കൂടെയുണ്ട്. അതാണ് നമ്മളിനി കാണുന്നത്. അത് കണ്ടോ, ക്ഷേത്രത്തിനകത്തോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അത് വെള്ളത്തിനകത്താണ്. ആലും കണ്ടോ, വെള്ളത്തിൽ ആറ്റി തന്നെയാണ്. ആലും കൂടെ ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഈ ക്ഷേത്രത്തിൽ ഇരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളും സത്രങ്ങളും എല്ലാം കൂടെ ചേർന്ന ഒരു ക്ഷേത്രമാണ്. ഇതാണ് കേട്ടോ, ഞാൻ ആ പാമ്പ് വന്ന മരം ഇതാണ് കേട്ടോ. ഇതേ നിറച്ചും തത്തമ്മയാണ് കേട്ടോ. മൊത്തം തത്തമ്മയാണ്. ഇതേ നിറച്ചും തത്തമ്മയാണ്. ഈ ആറിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. ഇത് വളരെ വലിയ എന്ത് മരമാണെന്നൊന്നും അറിയത്തില്ല. ഇതേ ഇഷ്ടംപോലെ തത്തമ്മ. തത്തമ്മ ഇരിക്കുന്നു. ആ ഇഷ്ടംപോലെ തത്തമ്മ ഇരിക്കുന്നു. നല്ല രസമുള്ള തത്തമ്മ. അത് നല്ല രസമുണ്ട് കേട്ടോ. തത്തമ്മയുണ്ട്. പാമ്പുണ്ടെങ്കിലും തത്തമ്മയെ കാണുമ്പോഴത്തേന് ഭയങ്കര രസം. എന്ത് തത്തമ്മകളായിരിക്കുന്നത്. ഇഷ്ടംപോലെ തത്തമ്മകൾ, നല്ല തത്തമ്മകൾ ഇരിപ്പുണ്ട് കേട്ടോ. ഈ മരത്തെ കയറുമായിരുന്നു നമുക്ക് തത്തമ്മയെ അടുത്ത് പോയി കാണാമായിരുന്നു. അതുപോലത്തെ ഒരു മരമാട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതേ വലിഞ്ഞ് കയറിയൊക്കെ വേണമെങ്കിൽ ചെല്ലാം. അതുപോലെ നല്ല രസമുണ്ട്. ഇനി ഇത് പാലയാണോ എന്നും എനിക്കൊരു ഡൗട്ടുണ്ട്. അതുപോലത്തെ ഒരു മരമാണ്. പാല പോലത്തെ ഇലയോട് കൂടിയിട്ടുള്ള മാവല്ല, പക്ഷെ പാല പോലത്തെ ഒരു മരമാണ്. നിറച്ചും തത്തമ്മകൾ മാത്രമേ ഉള്ളൂ. തത്തമ്മ, അണ്ണാന്, അത് മാത്രമേ ഉള്ളൂ. ഭയങ്കര പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര പ്രകൃതി ഭംഗി. പക്ഷേ എന്താന്ന് ചോദിച്ചാൽ പാമ്പിനെ കണ്ടപ്പോൾ ഒരു പേടി, അത്രയേ ഉള്ളൂ. കുറച്ച് ആലിൻ്റെ ഈ ഇലകൾ ഇങ്ങനെ വിരിച്ചു നിൽക്കുന്നത് കൊണ്ട് നമുക്കൊരു വലിയ കാട് പോലെ നിൽക്കും. അതുപോലെയാണ് ആലിൻ്റെ ആ വലിപ്പവും അതിൻ്റെ ഇല ഇങ്ങനെ വിരിച്ചു നിൽക്കുന്നത്. പേരാലാണ് മൊത്തം. വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ കാവുകളൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ അവിടെയുള്ള ജീവജാലങ്ങളെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ നമുക്ക് പേടിയുള്ള പാമ്പുണ്ടെങ്കിൽ പോലും പാമ്പും അതുപോലുള്ള തത്തമ്മയും പിന്നെ അണ്ണാനും അതുപോലെ തന്നെ നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കൊതിക്കുന്ന ജീവികളെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണിത് കേട്ടോ. വളരെ മനോഹരമാണ്. ഭീതി ഉണ്ടെങ്കിൽ പോലും വളരെ മനോഹരമാണ്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ആ ആറെന്ന് പറയുന്നത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു ആറും കൂടിയാണ്. പിന്നെ അതിനകത്ത് നമുക്ക് നോക്കിയാൽ ഇവർക്കുള്ള കറണ്ടൊക്കെ കിട്ടുന്ന പോസ്റ്റൊക്കെ ഈ ആറ്റിനകത്ത് തന്നെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു സംഭവം ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല. നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ സൈഡ് ഭാഗത്ത് നല്ല ഒന്നാന്തരം വയലുകളും എല്ലാം ഉണ്ട്. പക്ഷേ എന്താണ്, ചെറിയൊരു ഭീതി ഉണ്ടെങ്കിൽ പോലും എന്താ പറയുക, ജീവജാലങ്ങളെല്ലാം സംരക്ഷിക്കുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. അതായത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും. അതുപോലെ സുന്ദരമായ കാറ്റാണ്, ഊഷ്മളമായ കാറ്റാണ് വന്നടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പാലം ഉണ്ടല്ലോ, ആ പാലം കടന്ന് വേണം നമ്മളിവിടെ അകത്തോട്ട് വരാനായിട്ട്, ഈ ക്ഷേത്രത്തിനകത്തോട്ട് വരാൻ. അപ്പോൾ അത്രയും ദൂരത്തേക്ക് അടിക്കുന്ന ആ കാറ്റുകൾ വളരെ സുഖകരമാണ്. ഫോട്ടോഷൂട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ചേർത്തിട്ടുണ്ട്. എല്ലാവരും കാണണം. ഞാൻ പുതിയൊരു യാത്രയിലേക്ക് പോവുകയാണ്.